ഹലോ ഗെയ്സ്, ഞാൻ ഇപ്പോൾ ഒരു റൂമിലാണുള്ളത്. ഒരു യാത്രക്കുള്ള ഒരു എനർജറ്റിക്കുള്ള ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. ത്രില്ലടിപ്പിക്കുന്ന യാത്രക്ക് തുടക്കമായി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പുറത്താണുള്ളത്. ചായ കുടിക്കണം. അങ്ങനെ ചായക്കടയിൽ പോയി ചായ കുടിച്ചു. അടിപൊളി ചായ. ചാലക്കുടിയിലെത്തണം. അവിടെ നിന്നാണ് ആതിരപ്പള്ളിക്കുള്ള ബസ്സുള്ളത്. ടൗണിലെത്തി ഓപ്പോസിറ്റ് കാണുന്ന ബസ് സ്റ്റോപ്പിൽ ആതിരപ്പള്ളിക്കുള്ള ബസ് വരും. അതിനുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ബസ് വന്നു. ബസ്സിൽ കയറി. ചാലക്കുടി ടൗണിൽ നിന്ന് ആതിരപ്പള്ളിക്ക് 25 കിലോമീറ്റർ ഉണ്ട്. ഒരാൾക്ക് ബസ് ചാർജായിട്ട് 40 രൂപ കൊടുക്കണം. എനിക്ക് സീറ്റ് കിട്ടിയത് പിൻനിരയിലാണ്. അപ്പോൾ പിൻനിരയിൽ ഞാനിരുന്നു. ആൾക്ക് കാഴ്ചകളൊക്കെ കണ്ട് യാത്രയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി. സംഭവം ഈ ഭാഗത്തേക്ക് ചെറിയൊരു കാട് പ്രദേശമാണെന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നു. ചെറിയ ബോർഡൊക്കെ കാണുന്നു. ബാക്ക് ഗ്ലാസ്സിൽ കൂടിയാണ് ഞാൻ വീഡിയോയിൽ എടുക്കുന്നുള്ളത്. കാടായിരിക്കാം, ചെറിയൊരു കാടായിരിക്കാം. ബോർഡൊക്കെ ഉണ്ട്. ആന ഇറങ്ങും, സൂക്ഷിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ നല്ല കാറ്റാണ്, തണുത്ത കാറ്റാണ്. ഭയങ്കര ഫീലിംഗാണ്. ആ ഫീലിങ്ങൊക്കെ കൊണ്ട് ഞാനിങ്ങനെ നല്ല ആസ്വദിച്ചിട്ടാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ ആതിരപ്പള്ളിക്കെത്തും. അതിനുള്ള വെയിറ്റിംഗാണ്. അങ്ങനെ ആതിരപ്പള്ളിക്കെത്തി. ഇവിടുന്ന് ഗേറ്റ് വേണം. വാട്ടർ ഫോൾസിൽ കയറണമെങ്കിൽ പാസ് വേണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിനുള്ള ശ്രമത്തിൽ മുമ്പോട്ട് പോയി. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലാണ് ഉള്ളത്. ആ ടിക്കറ്റ് കൗണ്ടറിലുള്ള ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, ടിക്കറ്റ് എത്രയാണ്? അപ്പോൾ അപ്പുറം ചാർട്ടറുണ്ട്, അത് നോക്കിക്കോ എന്ന് പറഞ്ഞു. ചാർട്ടറിൽ മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്ക് 10 രൂപ, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു, 50 രൂപ. പിന്നെ അകത്തേക്ക് കയറലായി. ആതിരപ്പള്ളിയിലാണല്ലോ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴിയിലൂടെയാണ് നടന്നു പോകുന്നുള്ളത്. കാണാം, കാടാണ് മൊത്തം. അകത്ത് കൂടി കുറേ ആയി നടക്കുന്നുള്ളത്. വാട്ടർഫോൾ ഇതുവരെ എത്തിയില്ല. കുറച്ചുകൂടി നടക്കണം എന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. തിരക്ക്. മുമ്പിൽ കേരളക്കാരല്ല, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നടത്തത്തിലാണ്, മുമ്പോട്ടുള്ള നടത്തത്തിലാണ്. തേക്ക് മരമുണ്ട്, കൂടുതലായിട്ട് തേക്ക് മരം ഉണ്ട് ഇവിടെ. ഒരുപാട് തേക്ക് മരങ്ങളൊക്കെ കാണാം. മുമ്പോട്ട് നടക്കുന്ന ടൈലാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര താഴ്ചയിലേക്കാണ് പോകുന്നുള്ളത്. ഒന്ന് സ്ലിപ്പായാൽ തലയോ കാലോ പൊട്ടിപ്പോവും. കുരങ്ങുകളൊക്കെ കാണട്ടെ. ആൾക്കാർ കുരങ്ങുകളായിട്ട് കളിക്കുന്നത്. അപ്പം മുമ്പിലൊരു കുരങ്ങ് കണ്ട്. പിന്നെയും പോകുമ്പോൾ 2 കുരങ്ങ്, മരത്തിൻ്റെ മുകളിലൊരു കുരങ്ങ്, അപ്പുറം വെള്ളം കുടിക്കുന്ന ഒരു കുരങ്ങൊക്കെ കണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കുരങ്ങുകളൊക്കെ കളിയൊക്കെ കണ്ട് ഞാൻ മുമ്പോട്ട് തന്നെ നടത്തത്തിലായി. കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ബോർഡൊക്കെ കാണാം. വാട്ടർഫോൾ നേരെ കാണുന്നത് മുകളിലുള്ള ഭാഗമാണ്, വെള്ളം ചാടുന്ന ഭാഗമാണ്. ഇതിൻ്റെ ബോർഡിൻ്റെ റൈറ്റ് സൈഡ് ഒരു വഴിയുണ്ട്, വലിയ താഴ്ചയിലേക്ക് ചാടിയിട്ട് താഴ്ചയിലേക്ക് എത്തുന്ന അതൊക്കെ കാണാം. ആദ്യം മുമ്പിലോട്ട് പോയി. കാണാൻ എന്ത് ഭംഗിയല്ലേ! എത്ര സിനിമയിലേക്ക് ലൊക്കേഷന് ആയ സ്ഥലമാണ്. നടക്കാനൊന്നും പറ്റൂല, അപകടം പിടിച്ചതാണ്. കാല് കുറച്ച് സ്ലിപ്പായാൽ അങ്ങോട്ട് താഴോട്ട് പോകും. അത്രത്തോളം ഇറക്കത്തിലോട്ടാണ് പോകുന്നത്. അപ്പം അടുത്ത് വരെ ഞാൻ പോയി വെള്ളം ചാടുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. മുള തോട്ടി കൊണ്ട് ഇതാ വെള്ളം ചാടുന്നൊക്കെ മുമ്പിൽ കാണാം. ആ താഴത്തേക്ക് അവസാനം ഇറങ്ങി ഞാൻ. അപ്പുറത്തിൽ കൂടി ഇറങ്ങണം. ഒരുപാട് വീഡിയോസൊക്കെ ഇവിടുന്ന് എടുത്ത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞങ്ങൾ കുറച്ച് ബാക്കിൽ കാണുന്നത് വെള്ളം ചാടുന്നതാണ്. പിന്നെ ഇറങ്ങി, പിന്നെ താഴ്ചയിലോട്ടാണ് ഇറങ്ങുന്നത്. ഭയങ്കര പണിയാണ്. പിള്ളേരൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് കുരങ്ങളൊക്കെ കാണാം. ഭയങ്കര ഇറക്കമാണ്. ഭയങ്കര ഡേഞ്ചർ പിടിച്ച നടത്തമാണ്. കുരങ്ങുകൾ ഒരുപാടുണ്ട്.
അവരുടെ കളിയൊക്കെ കണ്ട് അടിയിൽ പാറയില്ല, പാറ കഷ്ണമാണ് വിതറി വെച്ചിട്ടുള്ളത്. അത് ചവിട്ടിയിട്ട് നടക്കുമ്പോൾ തെന്നി വീണാൽ തീർന്നു. ഒരു വല്ലാതെ ഇതിലേക്ക് ഗുഹയിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കര ത്രില്ലിങ് ഉണ്ട് കേട്ടോ പോകുമ്പോൾ. ഏകദേശം നമ്മൾ സ്പോട്ടിലേക്ക് എത്താറായി. കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നെ മനസ്സിന് ഭയങ്കര ഫീലിംഗ്. എത്താ അല്ലേ വെള്ളച്ചാടുന്ന കണ്ടാൽ. ബാഹുബലി പോലത്തെ സിനിമയിൽ വന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ മലയാള സിനിമ ഒരുപാടുണ്ട്. ഈ പാറ കഷ്ണങ്ങളൊക്കെ ചവിട്ടി ചവിട്ടി ചാടിയിട്ടാണ് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അത് ബോധം വരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്ത് എനർജി വന്ന് ഭയങ്കര മനസ്സിന് ഭയങ്കര പോസിറ്റീവ് വൈബ് വന്ന് അങ്ങനെ ചാടി ചാടി ചാടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നുള്ളത്. എവിടെയെങ്കിലും വീണ് ഉണ്ടായിരുന്നെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയേനെ. എൻ്റെ ബാക്കിൽ കാണുന്ന വെള്ളച്ചാട്ടം കണ്ട ആദ്യത്തെ വെള്ളച്ചാട്ടം. എന്താ കാല രസം. പിന്നെ അപ്പോൾ ബാക്ക് സൈഡിലുള്ള ഫ്രെയിമൊക്കെ കാണാം. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരേ ഫ്രെയിമിൽ എല്ലാ വെള്ളച്ചാട്ടത്തിനും കാണാം. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എത്ര ആൾക്കാരുണ്ട്, എത്ര കുട്ടികൾ. കേരളത്തിന് പുറത്തുള്ള ഒരുപാടുണ്ട്. മഴ വന്ന് മഴവെള്ളം വീഴുന്നില്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ട്. അവിടെ നിന്നിട്ട് മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് താഴെ ചാടും. അതിൽ നിന്ന് ചെറിയ ചെറിയ കാറ്റിൽ വന്ന് ശരീരത്തിലേക്ക് വന്നിട്ട് പതിക്കും. അപ്പോൾ ഒരു തണുപ്പുണ്ട് മനസ്സിലേക്ക്. അവസാനം ഇറങ്ങലായി. നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ മുമ്പിൽ കാണാം. ഇത് അങ്ങനെ ബസ്സിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.